ഇറാൻ യുദ്ധം ഒത്തുതീർപ്പാകുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ വീണ്ടും നീളുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് മുന്നിൽ 3 വഴികളാണ് നിലവിലുള്ളത്. സമാധാന ചർച്ചകൾ നാടകീയമായി റദ്ദാക്കിയതിനും ഇറാന്റെ അവസാന നിമിഷത്തെ ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങൾ തള്ളിയതിനും പിന്നാലെ ഇറാൻ യുദ്ധത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ട അവസ്ഥയിലാണ് ഡൊണാൾഡ് ട്രംപ്. വരും ദിവസങ്ങളിൽ ഇറാന്റെ എണ്ണ പൈപ്പ് ലൈനുകൾ തകരുമെന്ന ഭീഷണിയും ട്രംപ് ഉയർത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ ലോകത്തെ അമ്പരപ്പിച്ച ഈ നീക്കങ്ങൾ മേഖലയിൽ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് ഡിന്നറിനിടെ വെടിവെപ്പുണ്ടാവുകയും ട്രംപിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്ത ശനിയാഴ്ച രാത്രിയിലെ സംഭവ വികാസങ്ങൾക്ക് പിന്നാലെയാണ് ഇറാന്റെ കാര്യത്തിൽ കടുത്ത നിലപാടുമായി അദ്ദേഹം രംഗത്ത് വന്നത്. യുദ്ധത്തിൽ വിജയം ഉറപ്പിക്കണമെന്നും ഇറാനെ തങ്ങളുടെ നിബന്ധനകൾക്ക് കീഴിൽ കൊണ്ടുവരണമെന്നും ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനായി 3 വഴികളാണ് ട്രംപിന് മുന്നിലുള്ളതെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. യുദ്ധം ശാന്തമാക്കുക, ഹോർമോസ് കടലിടുക്ക് അടച്ചുകൊണ്ട് ഇറാനെ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കുക, അല്ലെങ്കിൽ തനിക്ക് താൽപ്പര്യമില്ലാത്ത ഒരു കരാറിന് വഴങ്ങുക എന്നിവയാണ് ട്രംപിന് മുന്നിലുള്ള വെല്ലുവിളികൾ. ഇതിൽ ഏത് വഴി തെരഞ്ഞെടുക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത്. ചർച്ചകളിൽ നിന്ന് പിന്മാറിയ ട്രംപ് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ എണ്ണ പൈപ്പ് ലൈനുകൾ 3 ദിവസത്തിനുള്ളിൽ പൊട്ടിത്തെറിക്കുമെന്ന് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് അവകാശപ്പെട്ടു. ഭൂമിക്കടിയിലെ മാറ്റങ്ങളും യന്ത്ര തകരാറുകളും മൂലം പ്രകൃതിദത്തമായി തന്നെ ഈ സ്ഫോടനങ്ങൾ സംഭവിക്കുമെന്നാണ് ട്രംപിന്റെ വിചിത്രമായ വാദം. ഒരിക്കൽ തകർന്നാൽ ഇവ പഴയപടി പുനർനിർമ്മിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടക്കേണ്ടിയിരുന്ന സമാധാന ചർച്ചകൾ അവസാന നിമിഷമാണ് ട്രംപ് റദ്ദാക്കിയത്. സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്നർ എന്നിവരടങ്ങുന്ന പ്രത്യേക സംഘത്തെ അയക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇറാന്റെ നേതൃത്വത്തിനുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും ആശയക്കുഴപ്പങ്ങളുമാണ് ചർച്ചകളിൽ നിന്ന് പിന്മാറാൻ കാരണമായി ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നത്. തങ്ങളുടെ പക്കലാണ് എല്ലാ കാർഡുകളും ഉള്ളത്, അവരുടെ പക്കൽ ഒന്നുമില്ല, അവർക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മാത്രം മതി എന്നായിരുന്നു ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്. അതിനിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫുമായും സൈനിക മേധാവിയുമായും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പാകിസ്ഥാൻ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങളുമായി സഹകരിക്കുമെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്കയുടെ പിന്മാറ്റം തിരിച്ചടിയായി മാറി. താൻ യാത്ര റദ്ദാക്കി 10 മിനിറ്റിനുള്ളിൽ ഇറാൻ പുതിയൊരു നിർദ്ദേശം സമർപ്പിച്ചതായി ട്രംപ് വെളിപ്പെടുത്തി. ഈ നിർദ്ദേശം പഴയതിനേക്കാൾ മികച്ചതാണെങ്കിലും താൻ പൂർണ്ണ സംതൃപ്തനല്ലെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഇറാൻ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും അത് മതിയാകില്ല എന്നാണ് എയർഫോഴ്സ് 1-ൽ വച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ട്രംപ് വ്യക്തമാക്കിയത്. അതേസമയം ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അമേരിക്കയുടെ നിലപാടുകൾ അംഗീകരിക്കില്ലെന്നും തങ്ങളുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടു നൽകില്ലെന്നുമാണ് ഇറാന്റെ നിലപാട്.